all these 30 years, we have emphasized the importance of the home in building the church. വിഷയത്തിൽ ഒരു ദൈവികമായിരിക്കുന്ന കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ 30 വർഷങ്ങളായി നാം തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And I've always said that the strength of a church depends on the strength of the homes in that church. ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പ്രാദേശിക സഭയുടെ ശക്തി എന്ന് പറയുന്നത് ആ സഭയിൽ കൂടി വരുന്നതായ കുടുംബങ്ങളുടെ കെട്ടുറപ്പാണ്. And the way a person's children grow up and live is the proof of the godliness of the parents. മാതാപിതാക്കന്മാരുടെ ദൈവഭക്തിയുടെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവര് ദൈവഭക്തരായി തീരുന്ന പിൽക്കാലത്ത് അത് തെറ്റിപ്പോകാത്ത ഒരു തെളിവാണ്. Because the Bible says, train up a child in the way he should go, when he's old he will not depart from it. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലൻ അല്ലെങ്കിൽ ഒരു ബാലികയെ അവൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായ ശേഷവും അത് അവനെ വിട്ടുമാറുകയില്ല. So I'm always happy to encourage people to read any book or tape on or CD on marriage. വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ചുമൊക്കെ ഏതെങ്കിലും നല്ല ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ DVD ടേപ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ഞാൻ ആളുകളെ ഉത്സാഹിപ്പിക്കാറുണ്ട്. Many of you who get Jeevamarigal would have read these chapters already in the Jeevamarigal magazine. മാതാപിതാക്കന്മാർക്ക് ഒരു വഴികാട്ടി എന്നുള്ള നിലയിൽ മലയാളത്തിൽ ഇതിന് മുൻപ് പ്രസിദ്ധീകരിച്ചതായിരിക്കുന്ന സഹോദരൻ ജോസ് മാത്യുവിന്റെ ആ പുസ്തകം ജീവനൊരു വായനക്കാരായ മിക്കവരും പല മാസങ്ങളായിട്ട് വായിച്ചു കഴിഞ്ഞവരാണ്. I have to say I haven't read through this book, but I did glance through it and looked at the titles. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം തുറന്നു പറയട്ടെ. എന്നാൽ അതിന്റെ വിഷയസൂചികയിലൂടെ ഞാൻ കണ്ണോടിക്കുകയും അതിന്റെ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. These are certainly important subjects. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കുടുംബജീവിതം, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. Above all, I would say this. എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഈ കാര്യം പറയാനാണ്, more than any book, more than any CD, the important thing is that we pray for our children. ഏത് നല്ല പുസ്തകത്തെക്കാളും ഏത് നല്ല സന്ദേശത്തെക്കാളും അധികമായിട്ട് മാതാപിതാക്കന്മാരായ നാം ഏറ്റവും പ്രധാനമായി എടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുടർമാനമായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. I was telling you that there are two sins that lead people to hell in the Sermon on the Mount. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ ആദ്യമായിട്ട് നാം ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രണ്ട് പാപങ്ങൾ, ഗുരുതരമായ പാപങ്ങളെ കുറിച്ച് യേശു പറഞ്ഞു. ആ പാപം വിട്ടൊഴിയുന്നില്ലെങ്കിൽ നരകത്തിൽ നാം അവസാനിക്കും. So I want to talk about the second one. രണ്ടാമത്തെ പാപത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായി ഈ സമയത്ത് സംസാരിക്കാനാണ്. Matthew 5:27. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20. The old covenant law said you shall not commit adultery. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം നമ്മോട് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നാണ്. But I am saying to you, എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത്, that everyone who looks on a woman to lust for her has committed adultery with her already in his heart. യേശു പറയുകയാണ്, ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ, വെറും നോട്ടമല്ല, മോഹത്തോടെ നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്ത് കഴിയും. And this is so serious. അത്യധികം ഗൗരവമുള്ള ഒരു പാപമാണ്. But he says, if it is your right eye that is offending you, tear it out and throw it from you. യേശു പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വലത്തെ കണ്ണാണ് നിന്നെ മോഹത്തിലേക്ക് നയിക്കുന്നെന്ന് വരെയിൽ നിർദ്ദയം ആ വലത്ത് കണ്ണ് ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. Why? എന്തുകൊണ്ടാണ്? See, the eye is one of the most precious parts of our body. മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണുകൾ. നമുക്കറിയാം. If I were to ask you which are the two parts of your body you would never like to lose, it is your eye and your tongue. നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ രണ്ട് അവയവങ്ങൾ പേര് പറയാൻ പറഞ്ഞാൽ
എനിക്കറിയാം മിക്കവരും പറയും എന്റെ കണ്ണുകൾ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ നാവും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു. More than anything else, it's our tongue and our eyes which are the most important parts of our body, external parts. ബാഹ്യമായ അവയവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആന്തരിക അവയവങ്ങളല്ല, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ് ഏറ്റവും വിലപ്പെട്ട അവയവങ്ങൾ. Those are the two with which we sin the most also. എന്നാൽ ഏറ്റവും വിലയുള്ളതായി നാം എണ്ണുന്ന ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ് ഏറ്റവും അധികം നാം നരകത്തിലേക്ക് നയിക്കുന്ന പാപങ്ങൾ ചെയ്യുന്നത് എന്നും നാം മറക്കരുത്. And when Jesus said in Matthew 5:20, മത്തായി 5:20 യേശു പറയുന്നു, your righteousness must be higher than the righteousness of the past. കോപത്തിന്റെ വിഷയത്തിൽ വീണ്ടും നമുക്ക് ജയം വേണം. സ്തോത്രം. കറണ്ട് വരും പോകും, പക്ഷെ നമുക്ക് ദൈവത്തിനെ ശ്രദ്ധിക്കാം. So, if I don't take these two parts of my body seriously, ഞാൻ വളരെ വിലമതിക്കുന്നതായിരിക്കുന്ന എന്റെ ഈ രണ്ട് ശരീര അവയവങ്ങളെക്കുറിച്ച് ഞാൻ ഗൗരവമുള്ള വ്യക്തിയാകുന്നില്ലെങ്കിൽ, there are some very serious dangers. വളരെ ഗുരുതരമായിരിക്കുന്ന അപകടങ്ങൾ മുന്നിലുണ്ടെന്നാണ് യേശു പറയുന്നത്. You would not pluck out your eye unless it's going to destroy you. എന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം ആണെന്ന് മനസ്സിലാകാതെ ബോധ്യപ്പെടാതെ എന്റെ കണ്ണ് ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ല. We don't like to cut off any part of our body. ശരീരത്തിന്റെ ഒരു ഭാഗവും നഷ്ടപ്പെടുത്താൻ നമുക്ക് താല്പര്യമില്ല. But I've heard of doctors cutting off a diabetic person's foot because the gangrene, there's no way to cure it, otherwise it will kill his whole body. എന്നാൽ നമുക്കറിയാം ഡോക്ടർമാര് ഇഷ്ടമില്ലെങ്കിലും ഗാംഗ്രീൻ ബാധിച്ചതായിരിക്കുന്ന പ്രമേഹ രോഗം കടുത്തിട്ട് ചിലരുടെ കാലുകൾ മുറിച്ചു കളയാറുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ. So this is the picture here. Pull out your eye to save your life. നിന്റെ ജീവനെ രക്ഷിക്കുവാനായിട്ട് കണ്ണുകള് നഷ്ടപ്പെടാൻ തയ്യാറാണ്. So it's not a question of actually pulling it out. കർത്താവ് ഇത് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം കൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ. ആശ്ചര്യമായി നിങ്ങളുടെ കണ്ണ് ചുടമെടുത്ത് എറിഞ്ഞു കളയുന്ന കാര്യമല്ല. But he was saying that you must hate lusting with your eyes so much that you are even willing to lose an eye. That's how much you hate it. പറഞ്ഞതിന്റെ താല്പര്യം കണ്ണുകൾ ഉപയോഗിച്ച് മോഹിപ്പിക്കുന്ന കാഴ്ചകളെ കണ്ട് നിങ്ങൾ നരകത്തിൽ അവസാനിക്കുന്നതിനേക്കാൾ ഈ കണ്ണ് നഷ്ടപ്പെട്ട് നിത്യജീവനിൽ കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. He says, otherwise you may go to hell, verse 29. 29 വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കണ്ണുമുള്ളവനായി നിനക്ക് നരകത്തിൽ അവസാനിക്കുന്ന അപകടമുണ്ട്. If you don't take this seriously, you'll end up in hell. ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തില്ലെന്ന് വരികില് നരകത്തിൽ വീണ് നീ മുഴുവനും നശിച്ചു പോകാൻ സാധ്യത. This is obviously a problem for men because he speaks about lusting after a woman here. സ്ത്രീയെ നോക്കി മോഹിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രാഥമികമായും പുരുഷന്മാരെ സംബന്ധിക്കുന്ന വിഷയമാണ്. But you know, the world has become so corrupt now. ലോകം അത്രയധികം വഷളായി പോയിട്ട് പുരുഷന്മാർക്ക് മാത്രമല്ല പ്രശ്നമല്ല, problem even for many women now. പല സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന മോഹക്കാഴ്ച ഒരു തലവേദനയായിരുന്നു. It says here about in relation to sexual sin. ലൈംഗികമായിരിക്കുന്ന പാപത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം പറയുന്നത്. Jesus does not explain, but we understand. യേശു ഇവിടെ വിശദീകരണം നൽകുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, out of a sense of decency, Jesus does not explain it. ആ ഒരു ഔചിത്യ ബോധത്തിന്റെ കീഴിൽ കർത്താവ് തന്റെ വാക്കുകൾ വളരെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല. He says if you use your right hand to commit sexual sin, നിങ്ങളുടെ വലത്ത് കൈയ്യ് ലൈംഗികമായിരിക്കുന്ന പാപം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ cut it off. അത് വെട്ടി എറിഞ്ഞു കളയാൻ തക്ക തീവ്രമായ ഒരു വെറുപ്പ് പാപത്തോടുണ്ടാകണം. So Jesus is saying you can commit sexual sin with your eyes and with your hands. യേശു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ലൈംഗികമായിരിക്കുന്ന പാപം പ്രാഥമികമായി നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്യുവാൻ കഴിയും. And there are young men and women who are committing sexual sin with their eyes and their hands. അവരുടെ കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും ലൈംഗികമായിരിക്കുന്ന പാപത്തിൽ തുടരുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന യുവാക്കന്മാരുണ്ട്. And they don't take it seriously. അവരത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖം. I don't know whether you take it seriously.
എന്നാൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? Listen to Jesus saying, I say to you. യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ വിലകുറച്ച് കാണരുത്. അവിടുന്ന് പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. Do you take it seriously when he says, I say to you? യേശു നമ്മളോട് പറയുമ്പോൾ ആ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുമോ, ഗൗരവമായിട്ട് എടുക്കുമോ? Jesus said the last days will be like the days of Noah. യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവസാനത്തെ നാളുകൾ നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കും. And one of the primary sins in Noah's day was sexual sin. നോഹയുടെ കാലത്തെക്കുറിച്ച് തിരുവനന്തപുരം വായിക്കുമ്പോൾ നമുക്കറിയാം, ലൈംഗികമായിരിക്കുന്ന മ്ലേച്ഛ പാപങ്ങളായിരുന്നു ആ തലമുറയുടെ ഏറ്റവും വലിയ ശാപം. You can stimulate yourself sexually with your eyes and your hands. ലൈംഗികമായിരിക്കുന്ന ഉത്തേജനം ലഭിക്കുവാൻ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും. Men and women. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള അപകട മേഖലയാണ്. It is usually linked with certain thoughts that go on in your mind at that time. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്ന ശരിയല്ലാത്ത ഹീനമായിരിക്കുന്ന ചിത്രങ്ങൾ, ചിന്തകളാണ് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നത്. Jesus was talking about the corruption of sexually impure thoughts going on in your mind. നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ലൈംഗികമായിരിക്കുന്ന അശുദ്ധമായിരിക്കുന്ന ചിന്തകൾക്ക് തടയുന്നതിനെ കുറിച്ചാണ് യേശു പറയുന്നത്. And how to avoid them? എങ്ങനെയാണ് അങ്ങനെയുള്ള മ്ലേച്ഛമായിരിക്കുന്ന അശുദ്ധ ചിന്തകളെ ഒഴിവാക്കുവാൻ കഴിയുന്നത്? First of all, we have to take God's word seriously. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സത്യവചനം നാം ഗൗരവമായിട്ട് എടുത്തു തുടങ്ങണം. We must realize that in this area, if you don't take it seriously when you're young, it will become an addiction for you that will even ruin your marriage. നിങ്ങൾ തന്നെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത്, കൗമാരത്തിൽ, യൗവനത്തിൽ ഈ ഇത്തരം പാപങ്ങളെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വിവാഹിതരാകുമ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ പോലും തകർക്കുവാൻ കഴിയുന്ന അളവിൽ ഈ പാപങ്ങൾക്ക് നിങ്ങൾ അടിമകളായി തുടരും. By the time a young boy and girl comes to the age of 13 or 14 years age, 13-14 പ്രായത്തിൽ ഒരു കുമാരനോ കുമാരിയോ എത്തുമ്പോൾ their sexual desires come up in their body naturally. അവരുടെ ശരീരത്തിലുള്ള ലൈംഗികമായിരിക്കുന്ന വികാരങ്ങൾ ഉണർത്തപ്പെടുന്ന പ്രായമാണത്. And all wise God determined that it should come up at that age. സർവജ്ഞാനിയായിരിക്കുന്ന തമ്പുരാൻ തന്നെയാണ് നിർണയിച്ചത് ഈ ചെറിയ പ്രായത്തിൽ വിവാഹത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലൈംഗികമായിരിക്കുന്ന വികാരങ്ങൾ ഒരു പെൺകുട്ടിയിലും ആൺകുട്ടിയിലും അനുഭവിക്കണമെന്ന്. When they are 2-3 years old, they don't have that desire. 2-3 വയസ്സുള്ളതായിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങളോ ചിന്തകളോ ഇല്ല. They can mingle so innocently with boys and girls. സമപ്രായക്കാരായിരിക്കുന്ന മറ്റ് കുട്ടികളുമായിട്ട്, ആൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടൊക്കെ ഇടപഴകുവാൻ, കളിക്കുവാൻ അവർക്കൊരു വിഷമവുമില്ല. I said, Lord, why didn't you make it like that these desires don't come up till a person is 23 or 24 years old? വിവാഹപ്രായം ഏതാണ്ട് അടുക്കുന്ന സമയം വരെ ഈ തരത്തിലുള്ള ലൈംഗികമായിരിക്കുന്ന ചിന്തകൾ അവരിൽ വരാതെ വണ്ണം കർത്താവ് അവിടെ നിന്ന് മനുഷ്യനെ അങ്ങനെ സൃഷ്ടിക്കാനിത്. 23-24-year-old boys and girls could play with each other like 2-3-year-olds. Wouldn't it be wonderful? നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 23-24 വയസ്സൊക്കെയുള്ള യുവതിയുവാക്കന്മാർക്ക് ശൈശവത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് ഇടപഴകി ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. ആ ലൈംഗികമായിരിക്കുന്ന താല്പര്യം എപ്പോൾ വരുന്നോ ആ സമയത്ത് വിവാഹം കഴിക്കുക. But the Lord has allowed it to start in people when they are 12-13 years old. ഒരു 12-13 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ലൈംഗിക വികാരങ്ങള് ശക്തമായി അവരുടെ ശരീരങ്ങളില് മനസ്സിലൊക്കെ പ്രകടമാകുവാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. I asked the Lord why. കർത്താവിനെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? And the Lord said, because I want people to fight it and overcome it before they get married. എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി ഞാൻ പറയാം. വിവാഹത്തിന് മുൻപ് തന്നെ ലൈംഗികമായിരിക്കുന്ന മോഹങ്ങളെ, ശക്തമായിരിക്കുന്ന പ്രേരണകളോട് മല്ലടിച്ച് പോരാടി അതിനുമേൽ ജയമുള്ളവരായിട്ട് വേണം അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. And it is not something that can be overcome in 1 year. ഒരു വർഷം കൊണ്ട്
പൂർണ്ണ ജയം നേടുവാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇത് എന്ന് നാം ഓർക്കണം. So I want to say to all of you young boys and girls, fight it now. ചെറുപ്പക്കാരായിരിക്കുന്ന യുവതീവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ലൈംഗികമായിരിക്കുന്ന വികാരങ്ങളെ കീഴടക്കുവാൻ നിങ്ങൾ അഭ്യസിക്കണം. It will sharpen your spiritual senses. നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ മൂർച്ച ലഭിക്കുവാനായിട്ട് ഈ ശിക്ഷണം നിങ്ങളെ സഹായിക്കും. I was also a young man like you once. ഒരിക്കൽ നിങ്ങളെപ്പോലെ കൈമാറൻ ലൈംഗിക ഘട്ടത്തിലൂടെ കടന്നു വന്നവനാണ് ഞാൻ. The way I saved myself, എന്നോട് തന്നെ ഞാൻ പറയുന്നത് ഈ വിധത്തിലാണ്. This is how I saved myself. എന്നെ തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനിടയായത് ഈ വിധത്തിലാണ്. Spending hours in studying the scriptures. ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാനും പഠിക്കുവാനും അനേക മണിക്കൂറുകൾ എന്റെ യൗവനത്തിൽ ഞാൻ ചിലവഴിച്ചു. Going out and serving the Lord in my early 20s here and there. എന്റെ 20കളുടെ ആരംഭ വർഷങ്ങളില് വെളിയിൽ പോയി എന്റെ ജോലി കഴിഞ്ഞുള്ള ഒരു സമയങ്ങളിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, fellowshipping with God's people, ആചരിക്കുവാൻ, അവരെ ദൈവവചനം പറഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ സമയം കണ്ടെത്തി. I used to go for a meeting almost every day of the week. ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു മീറ്റിംഗിന് പോകുവാൻ, house meeting or street meeting or church meeting. സഭയുടെ ഒരു മീറ്റിംഗ് ആകാം, ഏത് വീട്ടിലുള്ള ഒരു കൂട്ടായ്മ യോഗമാകാം, അല്ലെങ്കിൽ പൊതുവിലുള്ളതായിരിക്കുന്ന ഒരു പരസ്യ യോഗമാകാം, ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തി. The Bible says the idle mind is the devil's workshop. തിരുവചനം പറയുന്നതാണോ? Not the Bible. ലോകം പറയുന്നതായിരിക്കുന്ന ഒരർത്ഥവാക്യമുണ്ട്, മടിയന്റെ മനസ്സ് ചെലുത്താന്റെ പണിപ്പുരയായിരുന്നു. Keep yourself occupied. അതുകൊണ്ട് നിങ്ങളുടെ സമയം മടിയിൽ അലസതയിൽ പാഴാക്കി കളയാവുന്ന മനസ്സിനെ എപ്പോഴും പ്രവൃത്തിയിൽ to develop a devotion to Jesus Christ. യേശുക്രിസ്തുവിനുള്ളതായിരിക്കുന്ന പരമാർത്ഥ നിർമ്മലനായിരിക്കുന്ന ഒരു ഭക്തിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ ഈ ചെറിയ പ്രായത്തിലെ അഭ്യസിക്കുക. No experience will help you. ഒരു അനുഭവങ്ങളും അതിൽ തന്നെ നിങ്ങളെ സഹായിക്കില്ല. I have heard of numerous people who are filled with the Holy Spirit, speak in tongues and who fall into adultery. ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ അനുഭവം, അത് ആത്മനിറവിൽ അന്യഭാഷ സംസാരിക്കുന്നതൊക്കെ ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള പലരും പിന്നീട് ലൈംഗിക പരീക്ഷയുടെ ഘട്ടത്തിൽ വീണുപോയതായി ഞാൻ മനസ്സിലാക്കുന്നു. Pastors in every denomination who have fallen into adultery. മിക്ക ക്രിസ്തീയ വിഭാഗങ്ങളിലെയും സഭാസുരക്ഷകന്മാർ, പാസ്റ്റർമാര് പലരും വ്യഭിചാരത്തില് അവര് പോലും സ്വപ്നത്തിൽ ചിന്തിക്കാൻ വിധം വീണുപോയിട്ടുണ്ട്. And you parents have a responsibility when your children become 13-14 years old. നിങ്ങളുടെ മക്കൾ 13-14 വയസ്സ് പ്രായമെത്തുമ്പോൾ മാതാപിതാക്കന്മാരായ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. They have a curiosity about sex. ലൈംഗികമായ വിഷയത്തെക്കുറിച്ചുള്ള വലിയ ജിജ്ഞാസ ആ ഘട്ടത്തിൽ ചെറിയ മനസ്സുകളെ ഭരിക്കുന്നുണ്ട്. And you won't talk to them about it. നിങ്ങളാണെങ്കിൽ മാതാപിതാക്കന്മാരായതുകൊണ്ട് അവരോട് സംസാരിക്കത്തുമില്ല. You're only checking what their marks are in physics and geography and mathematics and all that. ഫിസിക്സിനും കണക്കിനും ഭൂമിശാസ്ത്രത്തിനും ഒക്കെ കിട്ടിയ മാർക്ക് അന്വേഷിക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വലിയൊരക്ഷരം You don't realize your 14-year-old is struggling with something much more than that, than mathematics. നിങ്ങൾക്ക് മാതാപിതാക്കന്മാർ അറിയാം, നിങ്ങളുടെ 14-15 വയസ്സ് ഘട്ടത്തിൽ നിങ്ങൾ കണക്കിനെ കുറിച്ചും ഭൂമിശാസ്ത്രത്തെ കുറിച്ചും ആയിരുന്നു നിങ്ങൾ തലപുകഞ്ഞത്. Your young son and daughter is struggling with something else. നിങ്ങൾ മനസ്സിലാക്കണം, വിവേകമുള്ള മാതാപിതാക്കന്മാരാണെങ്കിൽ നിങ്ങളുടെ കൗമാരപ്രായക്കാരനായ മകനോ മകളോ ഇപ്പോൾ അവരുടെ ഉള്ളിൽ മല്ലടിക്കുന്നത് കണക്കിനെ കുറിച്ചല്ല, ലൈംഗിക വിഷയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. If you don't instruct them rightly, they will go to their worldly friends and get the information from the gutter. ദൈവദത്തമായിരിക്കുന്ന ലൈംഗികതയെക്കുറിച്ച് ആരോഗ്യകരമായിരിക്കുന്ന പാഠങ്ങൾ മാതാപിതാക്കളായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവർ ചെളിക്കുഴിയിൽ പോയി അനാവശ്യമായിരിക്കുന്ന അശുദ്ധമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനിടയാകും. So what I did when my children came to the age of 13 or 14, എന്റെ മക്കൾ കൗമാരദശയിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? I knew that they would be embarrassed for me to talk about this directly to them. അവരോട് മുഖത്ത് നോക്കി ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന്. Why God created it and how He planned for children to be born.
ദൈവം ലൈംഗികതയെ ഏത് തരത്തിലാണ് കാണുന്നതെന്നും വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ അവർക്ക് ജിജ്ഞാസയുണ്ട്. I gave them a good Christian book on this subject. ക്രിസ്തീയ ലൈംഗികതയെക്കുറിച്ച്, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച്, മറ്റുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു നല്ല ക്രിസ്തീയ പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തു. Very small thin one. വളരെ ചെറിയ ബൃഹത്തായ വളരെ ചെറിയൊരു പുസ്തകം. I want you to read this, I said. ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവർക്കത് വായിക്കാൻ കൊടുത്തു. വായിക്കാനും Any doubts, ask me. നിങ്ങൾക്കിത് വായിച്ചിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ. You don't have to go to your worldly friends. നിങ്ങളുടെ ലോകത്തിലുള്ളതായിരിക്കുന്ന കൂട്ടുകാരോട് സംശയ നിവാരണത്തിന് പോകേണ്ട. I am your father. ഞാൻ നിങ്ങളുടെ അപ്പനാണ്. I don't want to teach you all the unimportant subjects in the world and not teach you about one of the most important matters. ലോകത്തിലെ അപ്രധാനമായിരിക്കുന്ന നിരവധി വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ദൈവഹിതപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിത മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സന്തോഷമുണ്ട്. In the previous generation, we never went to our fathers if he had a sexual problem. കഴിഞ്ഞ തലമുറയിലുള്ളവർക്കറിയാം, ഏതെങ്കിലും ഒരു ലൈംഗിക പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ അപ്പന്മാരുടെ അടുക്കൽ ചെന്ന് പലരും സംസാരിക്കാനേ ആഗ്രഹിച്ചില്ല. Nobody would do that. അങ്ങനെ ആരും ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും I കഴിയില്ല. wouldn't even think of going to my dad and asking about a sexual problem. He'd be shocked if I asked him something. എന്റെ സ്വന്തം കാര്യം പറഞ്ഞാൽ തന്നെ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചുള്ളതായ ന്യായമായ സംശയങ്ങൾ ചോദിക്കാൻ എന്റെ അപ്പന്റെ അടുക്കൽ പോകുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. I said, I'm going to change it in my generation. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്ത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എന്റെ വളർന്നു വരുന്ന തലമുറയുടെ കാര്യത്തിൽ കാര്യങ്ങൾ I വ്യത്യാസമായി. want to say to you that you're the next generation after me. You should definitely change it in your generation. ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് പിന്നേ വരുന്നതായിരിക്കുന്ന അടുത്ത തലമുറയുടെ ചിന്താഗതികള്, രീതികളെ മാറ്റുവാൻ, ദൈവികമാക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. How much responsibility do you feel that you have towards your children in this area? ഈ മേഖലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? Let me give you that example of a good father. ഒരു നല്ല പിതാവിന്റെ ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് തരാം. Genesis 39. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. We read of a young man called Joseph, who was probably around 17 or 20 years of age. ഒരു 17-18 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരനായിരുന്ന ജോസഫിനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. In a very difficult situation. വളരെ വിഷമകരമായിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ. He's like one of these children who've gone away to a college far away from father and mother. ആ സമയത്ത് ജോസഫ് സ്വന്തം വീട്ടിലല്ല, ഉപരിപഠനത്തിന് വേണ്ടി മാതാപിതാക്കന്മാരിൽ നിന്നും അനേകായിരം മൈലുകൾ ദൂരെ ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ജോസഫ് നമുക്ക് നൽകുന്നത്. Today people go to college far away from their parents. ഇന്ന് മാതാപിതാക്കന്മാരെ വിട്ട് വളരെ ദൂരെ ഉപരിപഠനത്തിനായിട്ട് കോളേജ് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. That's how he was. He was in another country, Egypt. ജോസഫ് കനാനിൽ ഇസ്രായേൽ ദേശത്തായിരുന്നില്ല, അവന് മിസ്രൈമിലായിരുന്നു, ഈജിപ്തിലായിരുന്നു, മറ്റൊരു രാജ്യത്ത്. He had no Bible, അവന്റെ കയ്യിൽ വായിക്കുവാൻ ബൈബിളില്ലായിരുന്നു. no meetings, അവന് കൂട്ടായ്മയോടൊന്നുമില്ലായിരുന്നു. no CDs, അവന് കേൾക്കുവാൻ സീഡിയിൽ സന്ദേശമില്ലായിരുന്നു. no books, വായിക്കുവാൻ ക്രിസ്തീയ ഗ്രന്ഥങ്ങളില്ല. no fellowship, not even one brother to fellowship with. മറ്റൊരു ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്നേഹിതൻ പോലും കൂട്ടായ്മയ്ക്കില്ലാതെ വിദൂര ദേശത്ത് ഏകനായി കഴിയുന്ന ജോസഫ്. Circumstantially a slave. ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അടിമയായി വിൽക്കപ്പെട്ടവൻ. Nobody to check up on him. അവന്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് പ്രത്യക്ഷർ വേറെ ആരെയും ആക്കിയിട്ടുമില്ല. Surrounded by everybody who's immoral. അസാൻമാർഗികമായിരിക്കുന്ന ചിന്തകളും പ്രവൃത്തികളിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന ജോസഫ്. Just like some of you boys and girls in college. കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്ന നിങ്ങളുടെ ചില മക്കൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ചില ചെറുപ്പക്കാർ അതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അവിടെ പഠിക്കുന്നത്. And here a very pretty woman comes and tempts them. ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൂരെ കഴിയുന്ന ജോസഫിനെ സുന്ദരിയായിരിക്കുന്ന വശീകരണ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി വന്ന് പാപത്തിന് പ്രേരിപ്പിക്കുക. How does he stand against it? എന്തുമാത്രം How does he stand against it? എങ്ങനെയാണ് ജോസഫ് ഈ ശക്തമായ പാപത്തിന്റെ പ്രേരണ മുമ്പിൽ നിൽക്കുന്നത്?
One day, next day, again and again she comes to him. ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ മാത്രമല്ല പുത്തുപോരന്റെ ഭാര്യ അവനെ സമീപിച്ചത്, അവൾ തുടർമാനമായിട്ട് ദിനം പ്രതി അവനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. Very important verse in verse 10. ആ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യം നാം Day after day she spoke to Joseph, but he would not listen and he would not even be with her. അവൾ ദിനം പ്രതി മുടങ്ങാതെ യോസേഫിനോട് ലൈംഗികമായിരിക്കുന്ന പ്രലോഭനം നൽകിയിട്ടും അവളോടുകൂടെ സഹിക്കാനോ അവളുടെ അരികെ ഇരുത്താനോ അവൻ അവളെ അനുസരിച്ചില്ല. He would not listen, he would not be with her. അവൾ പറയുന്ന കാര്യത്തിന് അവൻ വഴിപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവളോടൊപ്പം സമയം ചിലവഴിക്കാൻ പോലും അവൻ വിസമ്മതിച്ചു. He didn't say, I'm strong, I can be with her and I won't get. അവൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ശക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, അവളോടൊപ്പം കുറെ സമയം ചിലവഴിച്ചാൽ എന്താ കുഴപ്പം, എനിക്ക് വീഴ്ച കഴിയില്ല എന്നൊന്നും അവൻ പറഞ്ഞില്ല. That is the stupidity of today's young people and they fall. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭോഷത്വം അവിടെയാണ് ഇരിക്കുന്നത്. അവർ തങ്ങൾ ശക്തരാണെന്ന് വിചാരിച്ച് നിലച്ചില്ലാത്ത സമയത്ത് ആഴത്തിൽ വീഴുന്നു. And what did he say to this woman? യോസേഫ് ഈ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? Verse 8. 8-ാം വാക്യം. How can I commit this great evil and sin against God? അവൻ പറയുന്നത്, എന്റെ ദൈവത്തോട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എങ്ങനെ പാപം ചെയ്യും? How did this 18-year-old boy in a strange country think of God at such a time? വിദൂര ദേശത്ത് ദൈവമില്ലാത്തവരുടെ ഇടയിൽ കഴിയുന്ന കേവലം 18 വയസ്സുള്ളതായിരിക്കുന്ന ആരോഗ്യമുള്ള ഈ ചെറുപ്പക്കാരന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള പ്രേരണ എവിടെ നിന്നാണ് കിട്ടിയത്? Didn't he have any desires in his body for sex? തന്റെ ശരീരത്തിൽ ലൈംഗികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? I'm sure he had. അവന് നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായി നിങ്ങൾക്കറിയാം, അവന് അത്തരം ദാഹം വിശപ്പുണ്ടായിരുന്നു. Strongly tempted. വളരെ ശക്തമായിട്ട് ലൈംഗിക മേഖലയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. A woman is coming after him. അവൻ ആ മോഹങ്ങളുടെ ശമനത്തിനായി ഒരു പെൺകുട്ടിയെ തേടിപ്പോവുകയല്ല, ഇതാ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി അവന്റെ അടുത്തേക്ക് വരികയാണ്. There was nobody in the room. അവരെ കാണുവാൻ വേറെ ആരും ശ്രദ്ധിക്കുവാൻ അവരില്ല. Verse 11. One day when there was nobody in the house. 11-ാം വാക്യം. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് നിന്ന് വീട്ടിലുള്ളത് ആരും അവിടെ അവനെ ശ്രദ്ധിക്കാനില്ലായിരുന്നു. This time she went further and caught him. എന്നാൽ അങ്ങനെ മറ്റാരും ശ്രദ്ധിക്കാത്ത ആ നിമിഷം ആ സ്ത്രീ പത്തുപേരുടെ ഭാര്യ എന്താ ചെയ്തത്? അവനെ കടന്നു പിടിച്ചു. Any man knows that when a woman touches him, he is stimulated. ഏത് പുരുഷനും അറിയാവുന്ന കാര്യമാണ്, ആകർഷണീയമുള്ള ഒരു സ്ത്രീ പ്രത്യേകിച്ചും അവനെ സ്പർശിക്കുന്ന സമയത്ത് ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുക സ്വാഭാവികമാണ്. What did he do? എന്നാൽ ജോസഫ് എന്താണ് ചെയ്തത്? This boy, without a Bible, without fellowship, without any teaching, ദൈവത്തിന്റെ വചനമില്ലാത്ത, സഭയില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അവൻ എന്താ ചെയ്തത്? he knew there's only one way. അവനറിയാമായിരുന്നു വീഴ്ചയിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. If he talks to her for even 1 minute, he will fall. അവളോട് ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാം എന്ന് ചിന്തിച്ചാൽ വീഴ്ച നിശ്ചയമാണ്. He's not a married man, he's a single person. അവൻ വിവാഹിതനായ ഒരു വ്യക്തിയായിരുന്നില്ല, ചെറുപ്പക്കാരനാണ്. He ran. അവൻ അവളുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. What I want to show you is, ഞാൻ നിങ്ങളെ കാണിക്കാൻ there is ആഗ്രഹിക്കുന്നത് only one way to overcome sexual sin. ലൈംഗികമായിരിക്കുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു വഴിയുള്ളൂ. Run. ഓടിപ്പോവുക, ഓടി രക്ഷപ്പെടുക. I don't say pray. പ്രാർത്ഥിക്കുന്നത് അതിന്റെ വഴിയല്ല. Run. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുവാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. Because it says there in 1 Corinthians. 1 കൊരിന്ത്യ ലേഖനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 Corinthians in chapter 6, 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൽ verse 18. 18-ാം വാക്യം. When it comes to immorality, it says, run. അസാന്മാർഗികത, പൂർണ്ണോടൊപ്പം
അതിന്റെ വിഷയം വരുമ്പോൾ 17ന്റെ ഒടുവിലത്തെ വാചകം ദുർനടപ്പ് വിട്ട് ഓടുകയും Run. ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്. Doesn't say pray. പ്രാർത്ഥിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. Some people fast and pray to overcome this sin. ലൈംഗികമായിരിക്കുന്ന പാപത്തിന്റെ മേഖലയിൽ രക്ഷപ്പെടാൻ ചിലർ ഉപവസിച്ച് You പ്രാർത്ഥിക്കും. can fast and pray and fall into it. നിങ്ങൾക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞും പാപത്തിൽ വീഴുവാൻ But I'll കഴിയും. tell you, if you run, you'll never fall into it. എന്നാൽ പാപത്തിന്റെ ഒരു സന്ദർഭം നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം കൊണ്ട് ഓടിയേക്കണം, നിങ്ങൾ വീഴത്തില്ല. What do you do when a lion comes at you? നിലച്ചില്ലാത്ത സമയത്ത് ഒരു സിംഹം നിങ്ങളുടെ നേരെ ചാടി വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? I don't know what you do. I'll turn around and run. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ എന്റെ പ്രാണനം കൊണ്ട് ഓടും. It's no use praying in front of a lion. You better run. കടിച്ചു കിടൻ വരുന്ന ഒരു സിംഹത്തിന്റെ മുമ്പില് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രയോജനമില്ലാന്ന് തമ്പുരാനും അറിയാം. ഓടി രക്ഷപ്പെട്ടോണം. You think a woman is weaker than a lion? നിങ്ങളൊക്കെ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന യുവ കേസരികളെ, ഒരു പെൺകുട്ടി സിംഹത്തെക്കാളും ബലഹീനയായ വ്യക്തിയാണെന്നാണോ? Go and ask Samson. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സിംസോനോട് ചോദിച്ചു നോക്കണം. Who is stronger, Samson? A lion or a woman? സിംഹമാണ് കൂടുതൽ ശക്തിയുള്ള അതോ ദലീലയാണോ? He'll tell you. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സിംസോൻ അത് പരിഹരിച്ചു തരും. You know another fellow who killed lions in the Bible? ബൈബിളില് സിംഹത്തെ കൊന്ന വേറൊരാളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? Who's that? David. ദാവീദ്, കറക്റ്റ്. When he was young. അവൻ ചെറുപ്പമായിരുന്ന സമയത്താണ് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോ. Go and ask David, who is stronger? A lion or a woman? സിംസോന്റെ മറുപടി ഉണ്ട്. നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ ദാവീദിനോടൊന്ന് ചോദിച്ചു കളയുക. ദാവീദ്, സിംഹമാണോ കൂടുതൽ ശക്തിയുള്ളത് അതോ ബത്ശേബയാണോ? In the mouth of two witnesses, everything is confirmed. രണ്ട് സാക്ഷികളുടെ മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാണ്. What did they not do? അവർ ചെയ്യാതിരുന്ന കാര്യം എന്താ? They did not run. അവര് ജീവനം കൊണ്ട് ഓടിയില്ല. ഓടിയായിരുന്നെങ്കിൽ അവർ വീഴുകയല്ലായിരുന്നു. If David came out of the terrace and saw this woman, if he had run back inside, the story would have been different. തന്റെ വീടിന്റെ മട്ടുത്താവിൽ ഉലാവിക്കൊണ്ടിരുന്ന ദാവീദ് ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയെ കണ്ട മാത്രയിൽ അവൻ തിരിഞ്ഞോടിയിരുന്നെങ്കിൽ അവന് വീഴ്ചയുണ്ടാവുകയില്ല. I want to say to you, married men also, വിവാഹിതരായിരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, when you are in the office, നിങ്ങൾ ഓഫീസിൽ നിങ്ങളുടെ പ്രവൃത്തി and സ്ഥലത്തായിരിക്കും. nowadays there are so many women who speak in such a flirtatious, joking way. നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ചില സ്ത്രീകളുണ്ടാകും. പലരും ഇന്ന് അവരുടെ വസ്ത്രധാരണ രീതി, സംഭാഷണം, ആടിക്കുഴഞ്ഞൊക്കെയുള്ള വർത്തമാനം, ഇതൊക്കെ സൂക്ഷിച്ചുകൊള്ളുക. You say, what's wrong in talking to a woman? I have to talk. നിങ്ങൾ ചോദിക്കുമായിരിക്കും, സഹപ്രവർത്തകയായിരിക്കുന്ന ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം? പ്രത്യേകിച്ചും ജോലി സ്ഥലത്ത് സംസാരിക്കാതെ പറ്റത്തില്ലെന്നേ. It's a question of how you talk. ഞാൻ പറയുന്നത് നിങ്ങൾ എതിർലിംഗത്തിലുള്ള ഒരു സഹപ്രവർത്തകരോട് സംസാരിക്കണമെന്നല്ല, പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. The test is this. അതിന്റെ തെളിവ്, അതിന്റെ ശോധന ഇതാണ്. Why you are talking to that woman? നിന്നോടൊപ്പം ജോലി ചെയ്യുന്നതായിരിക്കുന്ന ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് എന്തിനാണ് നീ laughing and joking the way you are doing it? നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് അവളോട് സംസാരിക്കാൻ നിനക്കെന്താ ഇത്ര വലിയ താല്പര്യം? At that time, ആ സമയത്ത് if your wife walks in, നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നോട്ടീസ് ഇല്ലാതെ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ കല്യാണം കഴിച്ചാണെന്ന് ഓർക്കണം, ഭാര്യ ഓഫീസ് മുറിയിലോട്ട് കടന്നു വന്നാൽ എങ്ങനെയിരിക്കും? will you suddenly start concentrating on your work? നിങ്ങൾ ആ നിമിഷത്തിൽ സംഭാഷണം നിർത്തിയിട്ട് പെട്ടെന്ന് ഫയല് കൂടുന്ന ഗൗരവമായിട്ട് ജോലി ചെയ്യുന്ന ഭാവം കാണിക്കുമോ? Then you know that you are not talking to her in a pure way. ഈ ടെസ്റ്റ് മാത്രം മതി നിങ്ങൾ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ദൈവം അംഗീകരിക്കുന്ന വിധത്തിലാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ. You may say, I never touched her. നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ ചെറുപെല്ലുകൊണ്ട് പോലും സ്പർശിച്ചിട്ടില്ല കേട്ടോ. There's sexual stimulation in conversation. നിങ്ങൾ വിചാരിക്കരുത്, സ്പർശനത്തിൽ മാത്രമല്ല സംഭാഷണത്തിലും ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകാം.
Why do I speak plainly about these things? ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു മറയുമില്ലാതെ എന്തിനാണ് ഇന്ന് പകൽ സംസാരിക്കുന്നത്? Because these are the things that people are struggling with. ഈ കാലഘട്ടത്തിൽ വിശേഷാൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരും പോരാടിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകളാണ് ഞാൻ പറയുന്നത്. You know what protected Joseph? ജോസഫിനെ സംരക്ഷിച്ച് നിർത്തിയത് എന്താണെന്ന് അറിയാമോ? I feel it was his father Jacob who taught him, be careful about women. എന്റെ ഉത്തമ വിശ്വാസം അവന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് ഈ കുഞ്ഞ് വളർന്നു വന്ന സമയത്ത് സ്ത്രീകളോടുള്ള ബന്ധത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണമെന്നുള്ള ബാലപാഠങ്ങൾ അവന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. Do you fathers tell your sons and daughters about that? പിതാക്കന്മാരായിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചെറിയ ആൺമക്കളോടും പെൺമക്കളോടും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? It's a very sad thing that we have seen. വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യങ്ങളാണ് നാം God-fearing families, God-fearing parents. ദൈവഭക്തിയുള്ളതായിരിക്കുന്ന മാതാപിതാക്കന്മാർ Their children go up to college and fall into all types of sins. അവരുടെ മക്കൾ വളർന്നു വന്ന് കോളേജ് പഠനത്തിനായി പോകുമ്പോൾ വളരെ ദുഃഖകരമായ നിലയിൽ അവർ പാപത്തിൽ വീഴുകയും They are brought up in such a sheltered atmosphere. തികച്ചും സംരക്ഷണം ലഭിച്ച് ഒരു മതിൽക്കെട്ടിനുള്ളിൽ എന്നവണ്ണം അവർ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് I think of believers who are living in the Gulf countries. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു. Their sons and daughters have to go to Muslim schools where it is not co-education. Boys only see boys, the girls only see girls. അവിടെ മിക്കയിടങ്ങളിലും പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ വേറെ പഠിക്കുന്ന സ്കൂളുകളിലും മുസ്ലിങ്ങളും പറയുന്ന സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പഠനമില്ല. They grew up for 18 years completely secluded from the opposite sex. ഏതാണ്ട് ഒരു 18 വയസ്സുവരെ എതിർലിംഗത്തിലുള്ള ആൺകുട്ടികളുമായോ പെൺകുട്ടികളുമായോ യാതൊരു സംസർഗവുമില്ലാതെ സംരക്ഷിക്കപ്പെട്ട് വളർന്നു വരികയാണ്. They are in their home protected. അവരുടെ വീട്ടിലും അവർക്ക് ആ തരത്തിലുള്ള സംരക്ഷണമുണ്ട്. And then at 18, the parents send them off to some college in India. 18 വയസ്സാകുന്ന സമയത്ത് അവിടെ തുടർ പഠനത്തിന് വേണ്ട സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലേക്കോ It is another world in the colleges in India compared to the schools they had in the Gulf. ഗൾഫ് രാജ്യങ്ങളിലുള്ളതായിരിക്കുന്ന ഇതിനായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും ഒരു വിശാല ലോകത്തേക്കാണ് ഇന്ത്യയിലെ കോളേജുകളിലേക്ക് അവൾ വരുന്നത്. And on top of that, they've got plenty of money coming in regularly from their rich parents. ഇന്ത്യയിലെ കോളേജുകളിലെ ലഭിച്ച അന്തരീക്ഷത്തിനൊപ്പം അതിന്റെയും മുകളിൽ അവർക്ക് ആവശ്യത്തിലധികം പണം ഗൾഫിലുള്ള മാതാപിതാക്കന്മാർ അയച്ചു കൊടുക്കുന്നു. Ideal atmosphere for the devil to come in and ruin them sexually. പിശാചിന് കടന്നു വന്ന് ലൈംഗിക മേഖലയിൽ അവരെ തകർക്കുവാന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന അന്തരീക്ഷം. Learn something from this Old Testament father Jacob, what he taught Joseph. പഴയ നിയമത്തിലെ പിതാവായിരുന്ന യാക്കോബ് തന്റെ മകനായ ജോസഫിന് നൽകിയ കൗമാരപ്രായത്തിലെ ശിക്ഷണം നിങ്ങൾ മറന്നുപോകരുത്. Both father and mother, you have a responsibility to instruct your children. മാതാപിതാക്കന്മാരായ നിങ്ങൾ ഇരുവർക്കും ദൈവഭക്തിയുടെ മാർഗത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാൻ ദൈവമുണ്ടായ ഉത്തരവാദിത്വം. And you elder brothers, സഭയിലെ മൂപ്പന്മാരോട് പറയട്ടെ, who preach such profound messages in your churches. നിങ്ങളുടെ സഭയില് അതിഗംഭീരമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിമാരായ സഹോദരന്മാരെ, Have you talked about sexual matters anytime? നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ സഭയിലുള്ള യുവകന്മാരോട് ലൈംഗികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? That is their biggest problem. അവരുടെ ഏറ്റവും വലിയ പോരാട്ട മേഖല അതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? I know it because when I was 21 years old, I used to go to an assembly. എനിക്കറിയാം ആ കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. 21 വയസ്സുള്ളപ്പോൾ ഞാൻ പോയിരുന്ന സഭ. I used to go to an assembly here in Cochin. കൊച്ചിയിലുള്ളതായിരിക്കുന്ന ഒരു സഭയിലാണ് ഞാൻ ആ കാലത്ത് For a number of years. പല വർഷങ്ങൾ ഞാൻ അവിടെ ആയിരുന്നു. For 5 years. 4-5 വർഷം. And I heard about every subject in the Bible except sex. ലൈംഗികമായിരിക്കുന്ന ആ ഒരു കാര്യം ഒഴിച്ച് ബൈബിളിലുള്ള മറ്റെല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞാൻ ഈ 4-5 വർഷം കൊണ്ട് കേൾക്കാനിടയായി. They would explain the meaning of the tabernacle. സമാഗമന കൂടാരത്തിന്റെ ആത്മീയ അർത്ഥം പൊരുളൊക്കെ അവർ വിശദീകരിക്കും. My problem when I was 23 years old was not the tabernacle, it was something else. 21 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി എന്റെ വലിയ പ്രശ്നം
സമാധാനപരമായി കണ്ടുള്ള ലൈംഗിക മേഖലയിലെ ശക്തമായ പരീക്ഷകളായിരുന്നു. And just like any other young man, ഞാൻ മറ്റേതൊരു സമപ്രായക്കാരനായ ചെറുപ്പക്കാരനെ പോലെയുമായി I would go Sunday after Sunday after Sunday, and they never talk about the subject that's bothering me. തുടർമാനമായിരിക്കുന്ന ഞായറാഴ്ചകൾ ഞാൻ ഈ സഭയിൽ മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നെങ്കിലും എന്നെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഏത് പ്രസംഗം പോലും കേൾക്കുവാൻ എനിക്ക് All types of fantastic sermons from the Old Testament, typology and all that. പഴയ നിയമത്തിലെ അലങ്കാര പ്രയോഗങ്ങളും നിഴലുകളും പൊരുളുകളും ഒക്കെ വേർതിരിച്ചുള്ള ദീർഘമായ ബൈബിൾ ക്ലാസുകള് പ്രസംഗങ്ങൾ. പക്ഷേ എനിക്ക് ആവശ്യമുള്ള വിഷയം മാത്രം കേൾക്കാനില്ല. I once went to a man whom I respected, who was about 42 years old. ഏതാണ്ട് 42 വയസ്സ് അന്ന് പ്രായമുണ്ടായിരുന്ന ഞാൻ ബഹുമാനിച്ചിരുന്ന ഒരു സഹോദരന്റെ അടുക്കൽ ഞാൻ അന്ന് പോയി. Brother, can you tell me how to overcome lusting with my eyes? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ജ്യേഷ്ഠ സഹോദര, കണ്ടുകൊണ്ട് മോഹിക്കുന്ന കാര്യത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? He changed the subject and talked about something else. അദ്ദേഹം പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് വേറെ ഗഹനമായ എന്തോ കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. I knew the answer. This man also doesn't have victory. How can you tell me? എനിക്ക് മറുപടി കിട്ടിയത് എന്താണെന്നറിയാമോ? ഞാൻ ബഹുമാനിക്കുന്ന ഈ മൂത്ത സഹോദരനും മോഹത്തിന്റെ വിഷയത്തിൽ ജയമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും അവന് താല്പര്യമില്ല. I made a decision when I came out, when I got married and we began the church. ഞാൻ അതിനുശേഷം വിവാഹം കഴിക്കുകയും മറ്റൊരു സ്ഥലത്ത് ആയിരിക്കുകയും സഭയുടെ തുടക്കമിടുകയും I said, I am going to speak plainly about these things to young people and to married people. ചെറുപ്പക്കാരോടും വിവാഹിതരായിരിക്കുന്ന നവദമ്പതികളോടുമൊക്കെ ഞാൻ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ആവശ്യമനുസരിച്ച് സംസാരിക്കും എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. That the solution is not prayer and fasting. The solution is what the Bible says, run. എന്റെ എല്ലാ പ്രസംഗങ്ങളുടെയും എല്ലാ സംസാരത്തിന്റെയും രത്നചുരുക്കം ഇതായിരുന്നു: ലൈംഗിക മേഖലയിൽ പരാജയപ്പെടാതിരിക്കുവാനുള്ള വഴി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയുമല്ല, മറിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. Okay, we compared the lion with the woman. കുറച്ചു മുമ്പേ ഒരു സിംഹത്തെയും ഒരു പെൺകുട്ടിയെയും താരതമ്യം ചെയ്തല്ലോ. Now I want to ask you another question. ഞാൻ ഇപ്പം നിങ്ങളോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. According to the Bible, ദൈവവചനപ്രകാരം who is stronger? ആരാ I'm talking about in terms of temptation. In terms of temptation. പരീക്ഷ അല്ലെങ്കിൽ പോരാട്ടത്തോടുള്ള ബന്ധത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആരാണ് ശക്തൻ? Satan or a woman? പിശാചാണോ കൂടുതൽ ശക്തിയുള്ള ആള്, അതോ ഒരു യുവതിയാണോ, സ്ത്രീയാണോ? കുറച്ചുകൂടെ കടുപ്പമായ ചോദ്യമല്ലേ? Can you give me a biblical example? ദൈവവചനത്തിൽ നിന്നും ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞിട്ട് പറയണം. വെറുതെ ആൻസർ മാത്രം പറഞ്ഞാൽ പോരാ. Okay, I'll give you a hint. ഒരു ചെറിയ സൂചന ഞാൻ തരാം. When it comes to temptation of immorality, it says run. ലൈംഗികമായിരിക്കുന്ന അസാന്മാർഗിക മേഖലയിലെ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഓടി രക്ഷപ്പെടാനാണ്. But in James 4:7, എന്നാൽ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ when it comes to the devil, it says don't run, resist him. എന്നാൽ യാക്കോബ് പുസ്തകം പറയുന്നത് പിശാച് നിങ്ങളെ എതിരിടുന്ന സമയത്ത് ഓടാനല്ല പറഞ്ഞത്, പിന്നെ അവരോട് എതിർത്ത് നിൽക്കാനാ പറഞ്ഞത്. Now tell me who is stronger. അപ്പം ഇത്രയും പറഞ്ഞപ്പോ എളുപ്പമായില്ല കാര്യം. ആരാ കൂടുതൽ ശക്തിയുള്ളത്? പിശാചാണോ? You believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവർക്കും വ്യക്തമായില്ലെന്ന് തോന്നുന്നു. Resist the devil, but run from immorality. പിശാച് വരുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ഓടാനാ പറയുന്നതല്ലേ? പിശാച് സ്ട്രോങ്ങർ ആണെങ്കിൽ പിന്നെ ഓടിയല്ലേ പറ്റുള്ളൂ. അല്ല, അവനോട് എതിർത്ത് നിൽക്കുക. എന്നാൽ പെണ്ണിന്റെ വിഷയം വരുമ്പോൾ ഓടി രക്ഷപ്പെട്ടോണം. There are two types of cats. രണ്ട് തരത്തിലുള്ള പൂച്ചകളുണ്ട്. One is a pussy cat, one is a big cat called a lion. ഈ പൂച്ച വർഗത്തിൽപ്പെട്ട രണ്ട് പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പുസ്തകാറ്റ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗമായിരിക്കുന്ന പൂച്ച. മറ്റേത് വലിയ പൂച്ചയാണ്, ഇമ്മിണി വലിയ പൂച്ച. എന്താണെന്നറിയാമോ? സിംഹം എന്നാണ് അതിന്റെ പേര്. One I'm not afraid of, the other I'll run from. ഈ ചെറിയ പൂച്ചയെക്കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല, അത് എന്റെ കൂടെ ഒക്കെ താമസിക്കാനും എനിക്ക് പേടിയില്ല. പക്ഷേ വലിയ പൂച്ചയെ കാണുമ്പോൾ ഏതാ? സിംഹത്തെ കണ്ടാൽ Even if not my cat, a cat on the street,
glares at me, I'm not going to be afraid of it. ഇനിയിപ്പോ എന്റെ വീട്ടിലെ വളർത്തുപൂച്ചയാണോന്നില്ല, ഒരു തെരുവ് പൂച്ച ആയിക്കോട്ടെ, എന്നെ നോക്കി കണ്ണുരുട്ടിയാലും ഞാൻ ഓടത്തൊന്നുമില്ല. I just put my foot down, it runs. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ തെരുവ് പൂച്ച എന്റെ നേരെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടിയാലും ഞാൻ കാലെന്ന ഉച്ചത്തിൽ അമർത്തിയാൽ ആ പൂച്ച ഓടും. Every cat. എല്ലാ പൂച്ച ഓടും. Every demon and the devil is like that if you have surrendered your life to Christ. പിശാചും എല്ലാ കൊട്ടി പിശാചുക്കളും നീ ദൈവത്തിൽ നിന്ന് ജീവിതത്തെ കീഴടങ്ങി കൊടുത്തിട്ടുള്ളവനാണെങ്കിൽ അവനോട് എതിർത്ത് നിൽക്കുക, അവർ നിങ്ങളെ വിട്ടുകൊടുക്കും. This pretty woman comes to you. എന്നാൽ ഈ സുന്ദരിക്കുട്ടി ഇങ്ങനെ ആടിക്കൊഴഞ്ഞ നിന്റെ നേരെ വരുമ്പം and tries to catch you with her eyelids. അവളുടെ കൺപോളകൾ കൊണ്ട് നിന്നെ കുടുക്കാൻ ശ്രമിക്കുമ്പോൾ run. ഒറ്റ വഴിയേ ഉള്ളൂ, ജീവനും കൈ പിടിച്ചുകൊണ്ട് ഓടിക്കോ. And when this handsome boy comes to you, ഈ സുന്ദരക്കുട്ടനായ ചെറുപ്പക്കാരൻ കുഞ്ഞ് നിന്റെ നേരെ ഇങ്ങനെ വളരെ മനോഹരമായൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ just run. ഒറ്റ വഴിയേ ഉള്ളൂ പെൺകുഞ്ഞെ, ജീവനം കൊണ്ട് ഓടിക്കോണം. You have to be very careful in this area. ഈ മേഖലയിൽ നാം അതീവ ശ്രദ്ധയുള്ളവരാകണം. Seek your partners among godly people. നിങ്ങൾ വിവാഹപ്രായത്തിനോട് അടുത്ത വ്യക്തികളാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവഭക്തിയുള്ളതായിരിക്കുന്ന ജീവിത പങ്കാളികളെ അന്വേഷിക്കുക. And be very, very careful, because I've heard of so many unhappy marriages. എന്തുകൊണ്ടാണ് നിങ്ങൾ അധികം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്? തിടുക്കത്തിൽ ഭേദഗതിയില് കല്യാണങ്ങൾക്ക് സമ്മതിച്ചു കഴിഞ്ഞ പിന്നീട് കരഞ്ഞു വിലപിച്ച് സങ്കടപ്പെടുന്ന പലരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. I'll tell you, my wife and I get emails every week. എനിക്കും എന്റെ വൈഫിനും ഭാര്യയ്ക്കും എല്ലാ ആഴ്ചയും എത്ര ഇമെയിലുകളാണ് ഈ വിഷയത്തിൽ കിട്ടുന്നതെന്നറിയാമോ? Zach, I fell in love and I married this boy and I found out he was completely different from what I thought. ഒരു പെൺകുട്ടി എഴുതുകയാണ്, പ്രിയപ്പെട്ട സഹോദര, ഞാൻ ഈ ചെറുപ്പക്കാരനെ കണ്ടു, പ്രേമിച്ചു, വീണുപോയി, കല്യാണം കഴിച്ചു, ഇപ്പം കണ്ണുനീരായി ജീവിതം മാറി. What shall I do? ഞാൻ എന്താ ചെയ്യും? Now he is divorcing me, he doesn't want me. ഇപ്പോൾ എനിക്ക് അവന് എന്നെ വേണ്ട, വിവാഹമോചനത്തെക്കുറിച്ച് അവൻ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം? Divorce, which was never heard of in the Syrian Christian community 50-60 years ago, it is very common now. ഒരു 50 വർഷമൊക്കെ മുമ്പ് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവാഹമോചനം എന്നുള്ള ഒരു കാര്യം കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹമോചനം ഒരു സാധാരണ സംഭവമായിരിക്കും. And in all those so-called believers who go from here and marry people in America, it is very common. വിശ്വാസികൾ എന്ന പേരുള്ള അനേകർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അമേരിക്കയിലൊക്കെ വിവാഹം കഴിച്ചവരുടെ പലരുടെയും കുടുംബങ്ങൾ തകർന്നിരിക്കുകയാണ്. They discovered after marriage that their partner was fooling around with so many people before marriage. അവരവിടെ ചെന്ന് വളരെ വൈകിയാണ് കണ്ടെത്തിയത്. അവരെ വിവാഹം കഴിച്ച ആ യുവാവ് അതിന് മുൻപ് തന്നെ ഒന്നുകിൽ വിവാഹം കഴിച്ചവരോ അല്ലെ മറ്റു പലരുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരോ ആയിരുന്നു. You have a responsibility to warn, advise, protect your children. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരിക മാത്രമല്ല, അപകടകരമായിരിക്കുന്ന മേഖലകളെക്കുറിച്ച് നിങ്ങൾ അവർക്ക് തക്ക സമയത്ത് മുന്നറിയിപ്പ് കൊടുക്കണം. When they go to college, you must write letters to them. അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദൂരെയാണെങ്കിൽ അവർക്ക് നിങ്ങൾ കൂടെ കത്തുകൾ അയക്കണം, ഇമെയിൽ അയക്കാം, എഴുതി അയക്കാം. My children went away to college when they were 18. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ 4 ആൺമക്കളും ബാംഗ്ലൂരിന്റെ വീട് വിട്ട് അമേരിക്കയിൽ പഠിക്കാൻ. I wrote letters to them every week. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്റെ ആൺമക്കൾ ഓരോരുത്തർക്കും ഞാൻ ഒരു പിതാവെന്നുള്ള നിലയിൽ എഴുതിക്കൊണ്ടിരുന്നു. Most of the warnings was against marrying the wrong person. ഞാൻ എഴുതിയ കത്തുകളിൽ മിക്കപ്പോഴുള്ളതായിരിക്കുന്ന മുന്നറിയിപ്പുകൾ, ഏതെങ്കിലും കാരണവശാൽ വിവാഹപ്രായമായ മോനെ നീ തെറ്റായ ഒരാളിനെ ജീവിത പങ്കാളിയാക്കാൻ ഇടയാകരുത്. Strong warnings. വളരെ ശക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകൾ responsibility. കാരണം ഒരു അപ്പനെന്നുള്ള നിലയിൽ എനിക്ക് ആ വിഷയത്തിൽ ഉത്തരവാദിത്വമുണ്ട്. You realize you have a responsibility. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. Don't just send them money, send them some letters. നിങ്ങൾ അവർക്ക് പണം അയച്ചു കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കരുത്. നല്ല അപ്പന്മാരാകണമെങ്കിൽ അമ്മമാരാകണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആലോചന പറഞ്ഞു കൊടുക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം. They need your advice more than money.
പണത്തെക്കാൾ അധികം നിങ്ങളുടെ ദൈവികമായിരിക്കുന്ന ഉന്മേഷങ്ങൾ, ആലോചനകൾ അവരെ സംരക്ഷിക്കും. We need to raise up another generation of young people whose minds are pure. മനസ്സിൽ ശുദ്ധമായിരിക്കുന്ന ചിന്തകളുള്ള ഒരു പുതിയ തലമുറയെ ദൈവത്തിനായിട്ട് ഒരുക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. Otherwise, how will they understand the word of God? അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ അവർ ദൈവത്തിന്റെ തിരുവചനം എങ്ങനെ അവർ മനസ്സിലാക്കും? Let's pray. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗപിതാവേ, help us to take these things seriously. കർത്താവേ, ഈ കാര്യങ്ങൾ ഗൗരവമായി എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. So many things your people are worried about, and they don't take the most important things seriously. കർത്താവേ, അനേക വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആവുന്നതരായിരിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കാതെയും പോയിട്ടുണ്ട്. So many of your people are just concentrating on building houses and buying vehicles, but not taking sin seriously. പലരും ഒരു വീടുണ്ടാക്കുന്നതിനെ കുറിച്ച്, പുതിയ വാഹനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒക്കെ വളരെ തലതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നതിൽ പലരും മനസ്സ് വെച്ചിട്ടില്ല. Help us at least in our church that you'll raise up wonderful young men and women who take all these matters seriously. കർത്താവേ, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന മരണകരമായിരിക്കുന്ന ഈ പാപങ്ങളെ കുറിച്ച് ഹൃദയത്തിൽ ഗൗരവചിന്ത വന്നിട്ട് നിനക്ക് വേണ്ടി ഒരു യുവതലമുറയെ വാർത്തെടുക്കണമേ കർത്താവേ. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.